അവൾ നിങ്ങളെ നോക്കുന്നത് മറ്റുള്ളവരെ നോക്കുന്നത് പോലെയല്ല എന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിങ്ങളെ തിരയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതോ വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംഭാഷണത്തിനപ്പുറം പറയാതെ പറയുന്ന എന്തോ ഒന്ന് ആ മൗനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? പലപ്പോഴും പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു കാര്യമാണിത്. അവൾക്ക് എന്നോട് ഇഷ്ടമാണോ? അതോ വെറുമൊരു സൗഹൃദം മാത്രമാണോ ഇത്? നേരിട്ട് ചോദിക്കാൻ മടി, ചോദിച്ചാൽ ഉള്ള സൗഹൃദം കൂടി പോകുമോ എന്ന പേടി. ഈയൊരവസരത്തിലാണ് നമ്മൾ ഭാരതീയ പൗരാണിക ജ്ഞാനത്തിലേക്ക് അഥവാ ചാണക്യനീതിയിലേക്ക് തിരിയേണ്ടത്. ചാണക്യനെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യുദ്ധതന്ത്രങ്ങളും രാജ്യഭരണവും രാഷ്ട്രീയവുമാണ്. എന്നാൽ മനുഷ്യമനസ്സിനെ ഇത്രയധികം ആഴത്തിൽ പഠിച്ച മറ്റൊരാചാര്യൻ വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, നോട്ടം, ശരീരഭാഷ എന്നിവയിലൂടെ അവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ എങ്ങനെ വായിച്ചെടുക്കാമെന്ന് ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതാണ്. വെറുമൊരു ഊഹത്തിന്റെ പുറത്തല്ല, മറിച്ച് കൃത്യമായ മനഃശാസ്ത്രപരമായ നിരീക്ഷണങ്ങളിലൂടെ ഒരു സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യമായ പ്രണയമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ചാണക്യനീതിയെ ആധുനിക കാലഘട്ടത്തിലെ പ്രണയവുമായി കൂട്ടിയിണക്കി നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വിഷയം ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആചാര്യ ചാണക്യൻ പറയുന്നത്, മനസ്സിലെ വികാരങ്ങൾ എത്രത്തോളം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് കണ്ണുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പുറത്തുവരും എന്നാണ്. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ അത് വാക്കുകളിലൂടെ പറയണമെന്നില്ല. പക്ഷേ അവളുടെ ഉപബോധ മനസ്സ് ചില ലക്ഷണങ്ങൾ കാണിക്കും. അതിൽ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം ഇതാണ്. 1. കടാക്ഷവീക്ഷണം അഥവാ ഒളികണ്ണാൽ ഉള്ള നോട്ടം. ചാണക്യൻ നിരീക്ഷണ പാടവത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഒരാൾക്ക് നിങ്ങളോട് താത്പര്യമുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ പിന്തുടരും. എന്നാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ കാര്യത്തിൽ അല്പം ലജ്ജ കൂടുതലായിരിക്കും. അതിനാൽ അവൾ നിങ്ങളെ ഉറ്റുനോക്കുക ആയിരിക്കില്ല ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവളെ നോക്കാതിരിക്കുന്ന സമയത്ത് അവൾ നിങ്ങളെ നോക്കും. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ നോട്ടം മാറ്റുകയോ പെട്ടെന്ന് ഫോണിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ വെറുതെ ചിരിക്കുകയോ ചെയ്യും. ഇതിനെയാണ് കടാക്ഷം എന്ന് പറയുന്നത്. അവൾക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, എന്നാൽ നിങ്ങൾ കാണുമ്പോൾ അവൾക്ക് നാണമാണ്. ഇതൊരു സാധാരണ നോട്ടമല്ല. ആ നോട്ടത്തിൽ ഒരു തിളക്കമുണ്ടാകും. ചാണക്യനീതി പ്രകാരം ഒരാളുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി വികസിക്കും. അവൾ നിങ്ങളെ നോക്കുമ്പോൾ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കവും മുഖത്ത് അറിയാതെ ഒരു ചെറിയ പുഞ്ചിരിയും വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവളുടെ മനസ്സ് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ എവിടെയാണ് നോക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ അത് ആഴത്തിലുള്ള ആകർഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടെ താഴേക്ക് നോക്കുകയും വീണ്ടും നിങ്ങളെ നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളിലെ പ്രണയവും നാണവും കൂടിക്കലർന്ന അവസ്ഥയാണ്. 2. അകാരണമായ ഭയം അല്ലെങ്കിൽ പരിഭ്രമം. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ചാണക്യൻ പറയുന്നത്, ഒരാൾക്ക് നമ്മളോട് ബഹുമാനമോ പ്രണയമോ കൂടുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് ചെറിയൊരു പരിഭ്രമം ഉണ്ടാകും എന്നാണ്. നിങ്ങൾ അടുത്തു വരുമ്പോൾ അവൾ പെട്ടെന്ന് മുടിയൊതുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കയ്യിലുള്ള ഫോണിലോ പേനയിലോ വെറുതെ പിടിച്ചു കളിക്കുന്നുണ്ടോ? അതുമല്ലെങ്കിൽ വസ്ത്രം ശരിയാണോ എന്ന് ഇടയ്ക്കിടെ നോക്കുന്നുണ്ടോ? ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ കുറ്റമറ്റ രീതിയിൽ ഇരിക്കണം എന്ന അവളുടെ ആഗ്രഹത്തെയാണ്. സാധാരണ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവൾ വളരെ സ്വാഭാവികമായി പെരുമാറാം. വർത്തമാനം പറഞ്ഞ് ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ ആ കൂട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവൾ പെട്ടെന്ന് നിശബ്ദയാവുകയോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാമീപ്യം അവളെ ബാധിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ അഭിപ്രായം അവൾക്ക് വലുതാണ്, അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളൊന്നും പറ്റരുത് എന്ന ജാഗ്രത അവളിലുണ്ടാകും. 3. നിങ്ങളുടെ കാര്യങ്ങളിലുള്ള അമിതമായ ശ്രദ്ധ. ചാണക്യൻ എപ്പോഴും പറയും, ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലുതായിരിക്കും. നിങ്ങൾ എന്നോ എപ്പോഴോ പറഞ്ഞൊരു ചെറിയ കാര്യം അവൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം എന്ന് നിങ്ങൾ 2 ആഴ്ച മുൻപ് പറഞ്ഞിട്ടുണ്ടാകാം. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിനക്ക് ചായയല്ലേ വേണ്ടത് എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വസ്ത്രധാരണത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും അവൾ ശ്രദ്ധിക്കും. ഇന്ന് പുതിയ ഷർട്ടാണല്ലോ, ഇന്ന് മുടി വെട്ടിയോ, ഇന്ന് എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ. മറ്റാരും ശ്രദ്ധിക്കാത്ത ഇത്തരം സൂക്ഷ്മമായ കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മനസ്സ് എപ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് എന്നാണ്. ഒരു സാധാരണ സുഹൃത്തിന് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും
നിങ്ങളോട് കരുതൽ കാണിക്കാനുമുള്ള ആഗ്രഹമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. 4. സാമീപ്യം ആഗ്രഹിക്കൽ. ചാണക്യനീതിയിൽ ശരീരഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഒരാൾക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ ശാരീരികമായി നിങ്ങളുടെ അടുത്ത് വരാൻ ശ്രമിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോശമായ രീതിയിലുള്ള സ്പർശനമല്ല, മറിച്ച് ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. സംസാരിക്കുമ്പോൾ അവൾ നിങ്ങളുടെ നേരെ ചാഞ്ഞു നിൽക്കും. ഇത് ഉപബോധ മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അറിയാതെ അടുത്തുപോകും. അതുപോലെ തമാശകൾ പറഞ്ഞു ചിരിക്കുമ്പോൾ അവൾ അറിയാതെ നിങ്ങളുടെ തോളിൽ തട്ടുകയോ കൈയിൽ തൊടുകയോ ചെയ്യുന്നുണ്ടോ? ഇത്തരം ചെറിയ സ്പർശനങ്ങൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അവൾക്ക് നിങ്ങളുടെ സാമീപ്യം സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. 5. വ്യക്തിപരമായ ചോദ്യങ്ങൾ. സാധാരണ സംഭാഷണങ്ങളിൽ നിന്ന് മാറി അവൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ടോ? ചാണക്യൻ പറയുന്നത്, ഒരു വ്യക്തിയുടെ ഭാവിയിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നവർ ആ വ്യക്തിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അറിയാൻ താൽപ്പര്യം കാണിക്കുമെന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? വിവാഹത്തെക്കുറിച്ച് എന്താണ് സങ്കല്പം? തുടങ്ങിയ ചോദ്യങ്ങൾ അവൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ സമയം പോക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ അവളുടെ ജീവിതത്തിന് യോജിച്ച ആളാണോ എന്ന് അവൾ അളക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ പഴയ പ്രണയങ്ങളെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ അവൾ ചോദിച്ചേക്കാം. ഇത് കേവലം ആകാംക്ഷയല്ല, മറിച്ച് അവൾക്ക് അവിടെ ഒരിടം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന അന്വേഷണമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ ഫോൺ നോക്കാതെ, ചുറ്റും നോക്കാതെ പൂർണ്ണമായും നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളാണ് എനിക്ക് പ്രധാനം എന്നവൾ പറയാതെ പറയുകയാണ്. 6. അസൂയയുടെ ലക്ഷണങ്ങൾ. ഇതൊരു കൃത്യമായ പരിശോധന പോലെയാണ്. ചാണക്യൻ മനുഷ്യസഹജമായ വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അസൂയയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. പ്രണയവും സ്വാർത്ഥതയും ഒരുമിച്ച് പോകുന്നവയാണ്. നിങ്ങൾ മറ്റൊരു സ്ത്രീയുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുമ്പോഴോ അവളുടെ മുഖഭാവം മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് മൗനമാവുക, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അവൾ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുക. ഇതെല്ലാം അസൂയയുടെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവൾക്ക് മാത്രം കിട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയുടെ പേര് പറയുമ്പോൾ അവൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവളുടെ മനസ്സിൽ നിങ്ങൾ വെറുമൊരു സുഹൃത്തല്ല. 7. നിങ്ങൾക്കായി സമയം കണ്ടെത്തൽ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. ഞാൻ തിരക്കിലാണ് എന്ന് പറയാൻ ആർക്കും എളുപ്പമാണ്. എന്നാൽ ചാണക്യനീതി പ്രകാരം ഒരാൾക്ക് പ്രിയപ്പെട്ടതിനേക്കാൾ വലുതായി വേറൊന്നുമില്ല. അവൾ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾ സന്ദേശം അയച്ചാൽ മറുപടി തരാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ അവൾ തയ്യാറാകുന്നുണ്ടോ? ഇനി നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഫോണിൽ സംസാരിക്കാനെങ്കിലും അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ലക്ഷണമാണ്. രാത്രി വൈകിയും നിങ്ങളോട് സംസാരിക്കാൻ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് സുപ്രഭാതം നേരുന്നുണ്ടെങ്കിൽ അവളുടെ ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും നിങ്ങളാണെന്ന് അവൾ തെളിയിക്കുകയാണ്. 8. അവളുടെ സുഹൃത്തുക്കളുടെ പെരുമാറ്റം. ഇത് ചാണക്യൻ പറയുന്ന ഗൂഢമായ നിരീക്ഷണങ്ങളിലൊന്നാണ്. ഒരാളെക്കുറിച്ചറിയാൻ അയാളുടെ ചുറ്റുമുള്ളവരെ നിരീക്ഷിച്ചാൽ മതി. അവൾ അവളുടെ സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും എന്നത് 100% ഉറപ്പാണ്. നിങ്ങൾ വരുമ്പോൾ അവളുടെ സുഹൃത്തുക്കൾ പരസ്പരം നോക്കി ചിരിക്കുകയോ അവളെ കളിയാക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നടന്നു പോകുമ്പോൾ അവർ അടക്കം പറയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ സുഹൃത്തുക്കൾ മനഃപൂർവ്വം അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ സ്വകാര്യത തരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യം നേരത്തെ അറിയാം എന്നാണ് അർത്ഥം. പെൺകുട്ടികൾ അവരുടെ രഹസ്യങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കും. അതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളുടെ കള്ളച്ചിരികൾ വലിയൊരു സൂചനയാണ്. ഈ പോയിന്റുകൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങളുടെ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്ക് നിങ്ങളോട് പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടതുണ്ട്. ചാണക്യൻ എപ്പോഴും പറയുന്നത് ധൈര്യമാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്നാണ്. ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ടും നിങ്ങൾ മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. സ്ത്രീകൾ പലപ്പോഴും പുരുഷൻ മുൻകൈയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അവളുടെ മനസ്സ് തുറന്നു ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയാൻ മടിക്കരുത്. തിരസ്കരിക്കപ്പെടുമോ എന്ന ഭയമാണ് പല പ്രണയങ്ങളെയും മുട്ടിടുന്നതിനു മുൻപേ കരിച്ചു കളയുന്നത്. ഈ ലക്ഷണങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അത് വായിക്കാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓർക്കുക, പ്രണയം മനോഹരമാണ്, പക്ഷെ അത് തിരിച്ചറിയാൻ വിവേകവും അത് നേടാൻ ധൈര്യവും ആവശ്യമാണ്.